നമസ്കാരം. ജ്യോതിഷത്തിൽ സംഭവിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഓഗസ്റ്റ് 16 സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് കടന്നിരിക്കുകയാണ്. 30 വർഷങ്ങൾക്ക് ശേഷമാണ് ശനി കുംഭം രാശിയിലുള്ളത്. സ്ഥാനപ്രകാരം നോക്കുകയാണ് എങ്കിൽ ഈ ഗ്രഹങ്ങൾ 150 ഡിഗ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം സൂര്യനും ശനിയും അന്യോന്യം 7ാം ഭാവത്തിൽ കൂടിയാണ് നിൽക്കുന്നത്. നവഗ്രഹങ്ങളിൽ വളരെ ശക്തിയുള്ള ഈ 2 ഗ്രഹങ്ങളിലൂടെ അങ്ങനെ സമസപ്തക യോഗമാണ് രൂപാന്തരം കൊള്ളുന്നത്. അതിനാൽ തന്നെ ചില രാശിക്കാർക്ക് അത് വളരെയധികം സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്ന കാര്യം നിസ്സംശയം പറയാം. ആദ്യം എന്താണ് സമസപ്തക യോഗം എന്ന് മനസ്സിലാക്കുക. 2 ഗ്രഹങ്ങൾ മുഖാമുഖം വരുമ്പോൾ രൂപമെടുക്കുന്ന യോഗമാണ് സമസപ്തക യോഗം. സൂര്യൻ മേടം രാശിയിലും ശനി തുലാം രാശിയിലും സ്ഥിതി ചെയ്യുമ്പോൾ ഈ 2 ഗ്രഹങ്ങളും സമസപ്തക യോഗം സൃഷ്ടിക്കപ്പെടുന്നു. അതിനാൽ തന്നെ ഈ 2 ഗ്രഹങ്ങളും ഈ സമയം അന്യോന്യം 7ാമത്തെ ഭാവത്തിലുമായിരിക്കും. അതിനാൽ തന്നെ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ, ചില രാശിക്കാർക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന് നിസ്സംശയം പറയാം. ആ രാശിക്കാരെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. കുംഭം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് സമസപ്തക യോഗത്തിന്റെ നേട്ടങ്ങൾ, ആനുകൂല്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ വളരെയധികം നേട്ടങ്ങൾ ലഭിക്കുന്നതായ സമയം. ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. സ്നേഹവും ബഹുമാനവും വർദ്ധിപ്പിക്കുവാൻ സഹായകരമാണ് ഈ സമയം എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം സവിശേഷമായ ബുദ്ധിശക്തിയും വിവേകവും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ഇവർക്ക് പല കാര്യങ്ങളിലും അർഹിച്ചതായ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. തൊഴിൽ ലഭിക്കുക, തൊഴിലിൽ ഉയർച്ച നേടുക, കരിയറുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുക, വലിയ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അത്തരത്തിൽ വളരെ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സമയമാണ് എന്ന പ്രത്യേകതയുണ്ട് കുംഭം രാശിക്കാർക്ക്. അതിനാൽ ഈ സമയം വളരെ അനുകൂലം തന്നെയാകുന്നു. അല്പം ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കാം. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര സഹകരണം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ഭാഗ്യത്തിന്റെ പിന്തുണ ഉള്ളതിനാൽ തന്നെ പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. വളരെ കാലമായി മാറ്റി വച്ചിരിക്കുന്നതായ പല കാര്യങ്ങളും, പല ജോലികളും പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക. കൂടാതെ ഈ സമയം വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. ബിസിനസ് രംഗത്തുള്ളവർക്ക് ഈ സമയം സാമ്പത്തികപരമായ നേട്ടങ്ങൾ അല്പം പ്രതീക്ഷിക്കാവുന്നതായ സമയമാണ് എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സമസപ്തക യോഗത്താൽ തന്നെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതിനോടൊപ്പം ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ്. ജീവിതം ധന്യമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈ സമയം അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാകുന്നു. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സമസപ്തക യോഗം രൂപം കൊള്ളുന്നതിലൂടെ അനുകൂലമായ ഫലങ്ങൾ, അനുകൂലമായ ദിവസങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം, അല്ലെങ്കിൽ തുടക്കമാകുന്ന സമയമാണ് എന്ന് പറയാം. പലവിധ നേട്ടങ്ങൾ, പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. വരുമാനം വളരെയധികം വർദ്ധിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങാം. കൂടാതെ ഈ സമയം സാമ്പത്തിക സ്ഥിതി അല്പം വർദ്ധിക്കുവാനും അല്പം മെച്ചപ്പെടുവാനുമുള്ള സാധ്യതകളുണ്ട്. അതിനാൽ സാമ്പത്തികപരമായ ഞെരുക്കങ്ങൾ അനുഭവപ്പെടുന്നവരാണ് എങ്കിൽ ഒരു പരിധിവരെ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും.
സന്തോഷം ഈ സമയം നിങ്ങൾക്ക് കൂടുതലായി അനുഭവപ്പെടുന്നതായ സമയമാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുതിയ സ്രോതസ്സുകളിൽ നിന്നും വരുമാനം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പണം ലഭിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് ഈ സമയം കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. പുതിയ ഓർഡറുകൾ, കരാറുകൾ ലഭ്യമാകുവാനുള്ള സാധ്യതകളുണ്ട്. ഭാവിയിൽ വലിയ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതലാകുന്നു. അത്തരത്തിൽ വളരെ അനുകൂലമായ കാര്യങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ, ഉയർച്ച, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതുമാണ്. സംതൃപ്തിയും സന്തോഷവും ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സഹായകരമാണ് ഈ സമയം. പല നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സഹായകരമായ സമയം കൂടിയാണ് ഇത്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ വാർത്തകൾ, നല്ല വാർത്തകൾ തേടിയെത്തുവാൻ അഥവാ കേൾക്കുവാനുള്ള സാധ്യതകളും ഈ സമയം വളരെ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. അത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം തന്നെയാണ് ഇത്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയം തന്നെയാണ് എന്ന് പറയാം. കാരണം സമസപ്തയോഗം മിഥുനം രാശിക്കാർക്ക് പലവിധ ആശങ്കകൾക്കും പരിഹാരം സൃഷ്ടിക്കുന്നതായ സമയമാണ് എന്ന് പറയാം. പല കാര്യങ്ങളിലും ഭാഗ്യം അനുകൂലമാകുന്നതായ സമയം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ജോലി ലഭിക്കുവാനും യാത്രകൾ നടത്തുവാനുമുള്ള സാധ്യതകൾ വന്നു ചേരാം. വിദേശത്തോ നാട്ടിലോ ഇത്തരത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരാം. സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് നിങ്ങൾ എങ്കിൽ അല്പം മോചനം, അതായത് അല്പം അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. മോചനം ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ് എന്ന് പറയാം. അനാവശ്യമായ ചിലവുകൾ കുറയ്ക്കുവാനുള്ള സാഹചര്യങ്ങൾക്കായി ശ്രമിക്കുകയും അത്തരം കാര്യങ്ങൾക്കായി ശ്രമിക്കുകയും അതൊരു പരിധിവരെ അനുകൂലമാവുകയും ചെയ്യാം. കൂടാതെ ഈ സമയം പണം ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട്. വാഹനം, സ്ഥലം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ സമയം വാങ്ങുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ പൂർത്തിയാകാത്തതായ പല ജോലികളും ഈ സമയം നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. മംഗളകരമായ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മനസ്സിന് ഉന്മേഷവും സമാധാനവും പ്രദാനം ചെയ്യുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. ആഗ്രഹിച്ചതായ ജോലി ലഭിക്കുക, മാറുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. വിദേശത്തേക്ക് പോലും അവസരങ്ങൾ ലഭിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. ഈ സമയം വിദ്യയുമായി ബന്ധപ്പെട്ടും അല്പം ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. മനസ്സിനെ അലട്ടുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുകയോ അല്ലെങ്കിൽ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സമയമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. കാരണം ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ സമയമാകുന്നു. അതിനാൽ ഈ സമയം ശ്രദ്ധിച്ച് പ്രവർത്തിക്കുക.